നമ്മൾ എന്തിനാണ് ഈ കള്ളന്മാരെ പോലെ പമ്മി പൊന്നത്? അയ്യോ, കളക്ടർ കൂടെ ഉള്ള കാര്യം ഞാൻ മറന്നു. എടാ, നമ്മൾ കള്ളന്മാരല്ലേ, അപ്പൊ അതിന്റെ ആറ്റിറ്റ്യൂഡ് പിടിച്ചു വേണം നിൽക്കാൻ. പമ്മടാ മര്യാദക്ക്. അമ്മ ഇന്ന് എന്താണ് ഈ പകലിൽ മോഷ്ടിക്കാൻ വന്നേക്കുന്നത് പറയാവോ? എടാ വെളിവില്ലാത്തവനെ, നമ്മളിപ്പോ വന്ന് കയറിയേക്കണ ഒരു ഡോക്ടറുടെ വീട്ടിലാണ്. ആ. ഡോക്ടർ രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി. ഇനി വൈകിട്ട് 5 മണിക്ക് എത്തത്തുള്ളൂ. അതുവരെ സമയമുണ്ട്. ഇവിടെയുള്ള സകല സാധനവും നമുക്ക് അടിച്ചു മാറ്റണം. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും രാത്രി മോഷ്ടിക്കുന്ന ആണ് അതിന്റെ ഒരു സുഖം. സുഖത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കല്ലേ. എടാ, കഴിഞ്ഞ ദിവസം മിലിറ്ററിക്കാരന്റെ വീട്ടിൽ കയറി നീ എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത്? അവിടെ ഇരുന്ന മിലിറ്ററി കോട്ടയം ഒരു 4 എടുത്ത് മടക്കാൻ അടിച്ചു. 4 അടിച്ചത് പോട്ടെ, ഉറങ്ങിക്കിടന്ന മിലിറ്ററിക്കാരന്റെ ഭാര്യനെ വിളിച്ചതിനെ നീ എന്താ പറഞ്ഞത്? മര്യാദ കത്താഴം വെള്ളം പടിയുന്നു. നീ വീട്ടിൽ പറയുന്ന കാര്യമാണോ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി പറയുന്നത്? ആ മിലിറ്ററിക്കാരന്റെ തൊക്കിന്റെ മുന്നിൽ രക്ഷപ്പെട്ട കാര്യം ഓർത്താൽ ദൈവം നൂലേലിറങ്ങി വരും. അത് പോലീസല്ല, അത് ആംബുലൻസ്. ഓ, ഈ ആംബുലൻസുകാർക്ക് വേറെ ഒരു മ്യൂസിക്കും ഇല്ല. പിന്നെ ആംബുലൻസുകാർക്ക് ശിങ്കാരി മേളത്തിന് മ്യൂസിക് ഇട്ട് വരാൻ പറ്റും? നീ എവിടെ നിന്ന് വന്നതാണ്? നീ അടിച്ചു മാറ്റാൻ നോക്കിയ പെട്ടെന്ന്. എല്ലാം ഞാൻ അടിച്ചു മാറ്റി. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാന്ന്. പോകാൻ പറ്റേ? 5 മണി വരെ സമയമുണ്ടല്ലോ. വേറെ ചെറിയൊരു പരിപാടിയുണ്ട്. എന്താ സംഭവം? എന്റെ വീട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറായിട്ട് കാണണമെന്ന്. അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയി. ഏതായാലും സമയമുണ്ടല്ലോ. ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഡോക്ടർ ആവട്ടെ. നീ എന്നോടൊന്ന് സഹകരിക്കും. നീ അവിടെ ഇരുന്ന് നിന്നെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. നിനക്ക് വല്ല സൂക്കേടും ഉണ്ടാന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് എന്നത്തിന്റെ സൂക്കേടാണ്. ശ്വാസം വലിച്ചു വിടൂ. എടാ, ഡോക്ടർമാരുടെ ആദ്യത്തെ ഡയലോഗാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം വലിച്ചു വിടൂ. അതിൽ പിടിച്ചു വേണം അതിലേക്ക് പോകാൻ. മനസ്സിലായോ? വലിക്കൂ. അങ്ങനെ വിട്ടില്ലാട്ടോ. വിട്ടില്ല, വിട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം കൈ നിട്ട് വിടണ്ടേ. അതാണ്. നീ വാ തുറക്കൂ. മനിതനുണർന്ന് കൊള്ള ഇത് മനിതർ കാതലല്ലേ, അത് എന്താണ്ടി പുനിതമാണിത്. സുഭാഷേ, ഗുണാക്കാവിന്റെ ഫീലുണ്ട് നിന്റെ വാ തുറക്കുമ്പോ. നമുക്ക് ഇവിടുന്ന് പോകാന്ന്. എടാ, മരുന്ന് മേടിച്ചിട്ട് ഇത് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഓക്കെ? എന്ത് പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോണ്ടേ? നെക്സ്റ്റ് പേഷ്യന്റ് കടന്നു വരൂ. ആര് വരാനാണ് ഇങ്ങോട്ട്? ആരും വന്നില്ലേലും ഡോക്ടർമാരുടെ ഒരു ഡയലോഗാണ്. ഒരു പേഷ്യന്റ് കഴിഞ്ഞാൽ അടുത്ത പേഷ്യന്റ്. അതങ്ങനെ ഒരു രീതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലേ ഇവിടുന്ന് പോകാതെ. ഞാൻ അറിഞ്ഞോ ഇങ്ങനെ ഒരുത്തൻ കയറി വരുന്നു. എന്താണ് വല്ല പ്രോബ്ലം വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? എന്ത് പ്രോബ്ലം? നിങ്ങൾക്ക് വല്ല പ്രോബ്ലം? അല്ല, എനിക്ക് പ്രോബ്ലം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ അത് പറ. എനിക്ക് ചെറിയൊരു സംശയം. ഞാൻ വന്ന സ്ഥലം മാറിപ്പോയോ? എവിടെ മാറാൻ? ഞാൻ ഡോക്ടർ. ഇതെന്താണ്? ഞാൻ ഈ കൊമ്പം മീശ വെച്ച ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്താണെന്നറിയോ? അത് കൊമ്പത്തെ ഡോക്ടറാണ്. അതാണ് കൊമ്പം മീശ വെച്ചേക്കുന്നത്. ഇതെന്താണ് ഇവിടെ ഒരു ഉണ്ണി വെച്ചേക്കണം? അതെന്താണ് ഉണ്ണി? അതെന്നെ വീട്ടിൽ ഉണ്ണി എന്നാ വിളിക്കുന്നേ. വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന പറഞ്ഞ ആരെങ്കിലും മുഖത്ത് ഉണ്ണി വെച്ചോണ്ട് വരുമോ? പിന്നെ ഉണ്ണിയില്ലാത്ത ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ണിയില്ലാത്ത ഉണ്ണി എന്ന് പറഞ്ഞാൽ ഉണ്ണിയില്ലാതെ നടക്കില്ലേ? അത് ശരിയാണ്. മീശ ഉണ്ണി കറക്റ്റ് ആണ്. പക്ഷെ ഇതെന്താണ് ഈ ഡോക്ടർ ഈ കണ്ണിൽ വെച്ചേക്കണ? ആ സംഭവം എന്താണ്? അയ്യോ, അത് ഊരില്ലേ? ഇതാണോ? അതെ. എന്താണ്? ഞാൻ ഇതുവരെ അങ്ങനെ ഡോക്ടർമാരുടെ മാസ്ക്. മാസ്ക് അല്ല, ഈ മാസ്കിന് എന്തിനാണ് തുളയിട്ടേക്കണ? എന്തിനാണ്? ശ്വാസം എടുക്കണ്ടേ സുഹൃത്തേ? പക്ഷേ 2 തുളയുണ്ട്. ഇപ്പുറത്തെ തുള അതെന്തിനാണ്? എടുത്ത ശ്വാസം പുറത്തേക്ക് വിടണ്ടേ? ലോജിക്കില്ലാത്ത വന്നേക്കുവാ. ഞാനുള്ളത് പറയാട്ടോ. ഞാൻ ഇതേ കൂട്ട് മാസ്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ ഡോക്ടർമാർ മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക തരം മാസ്ക് ആണ്. അല്ല, ഇതാരാണ്? മനസ്സിലായില്ല. ഇത് മൈക്കാട്. മൈക്കാടോ? കമ്പൗണ്ടർ. സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. ഓ, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ. ഞാനേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വിഷമം തോന്നിയല്ലെങ്കിൽ? എന്ത് വിഷമം? ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. വിഷമം തോന്നിയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്കാണ് ഡോക്ടർ ആവാനുള്ള ഫിഗർ. നിങ്ങൾക്ക് ഒരു കമ്പൗണ്ടറിന്റെ ഫിഗറാണ്. നമുക്ക് മാറ്റി കളിച്ചാലോ? മാറ്റി കളിക്കാൻ ഇത് സ്കിറ്റ് അല്ല. അതെന്നാന്നറിയാവോ? ഇതെന്താണ് ഈ സംഭവം? ഡ്രില്ലിംഗ് മെഷീൻ എന്തിനാണ്? ഡോക്ടർക്ക് എന്തിനാണ് ഡ്രില്ലിംഗ് മെഷീൻ? ഈ ഡ്രില്ലിംഗ് മെഷീന്റെ ഉപയോഗം എന്താണ്? അത് ഹോൾ ഇടാൻ വേണ്ടിട്ട്. കീ ഹോൾ ശസ്ത്രക്രിയക്ക് ഹോൾ ഇടാനുള്ള മെഷീനാണിത്. നിങ്ങൾ എന്താണ് കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പൊക്കിക്കൊണ്ട് വരുമല്ലേ? അത് താപ്പണ്ടേ? എവിടെയെങ്കിലും കൊണ്ടക്കളാം. ഇല്ല, ഇത് അടുത്തതായിട്ട് വരും. അടുത്തത് ഇതെന്തിനാണ്? ഈ ആക്സോ ബ്ലേഡ് ഇതെന്തിനാണ്? അതെ,
ഓപ്പൺ സർജറിക്ക്. അല്ല, അതിനു വേണ്ടി നമ്മൾ സർജിക്കൽ ബ്ലേഡ് അല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? അത് ചെറുത്, അത് വെച്ച് കീറി വരുമ്പോ വീട്ടുകാർ എഴുന്നേറ്റ് വിഷയമാകും. എന്നിട്ട് വിഷയാവോ? വീട്ടുകാർ ഓപ്പറേഷൻ ഏറ്റവും പുറകെ പുറത്തിരിക്കുവാണല്ലോ. അവര് ചോദിക്കല്ലേ താമസിക്കുന്ന എന്താ ഓപ്പറേഷൻ? ഇതാകുമ്പോ ആവശ്യമില്ല. ഇവൻ മറ്റേറ്റത്ത് പിടിക്കും, ഞാൻ ഈ അറ്റത്ത് പിടിക്കും. 4 വലി. പൂട്ടുപൊളിയോ? പൂട്ടുപൊളി എന്ന് പറഞ്ഞ എന്താണ്? നെഞ്ചിന്റെ പുട്ടുപൊളിയും പിന്നെ പരിപാടി എളുപ്പമായില്ലേ? ചില പൂട്ട് പൊളിച്ച് അകത്ത് കയറിയാവും, വിലപിടിപ്പുള്ള ഒന്നും കാണിയല്ല. അതിനെ വിലപിടിപ്പുള്ളതൊന്നും കാണിയെന്ന് പറഞ്ഞ് പൂട്ട് പൊളിച്ച് കയറിയ ചില കുടിയന്മാര് വരും. അവർ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള വൃക്ക, കരള്, കിഡ്നി ഒന്നും കാണിയല്ല, കുടിച്ച് നച്ചു പോകും. ഓ, അത് കറക്റ്റ്. എടുത്തോ. അല്ല, നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങളാണ് ഇവിടെ നിങ്ങള് ഒന്നുമില്ല, എല്ലാരും ഒരുപോലെ. സംസാരിക്കൂ. ഹലോ, ആരാ? റെപ്പാണെന്ന്. മലപ്പുറത്ത് അഷ്റഫാണോ? മലപ്പുറത്ത് അഷ്റഫാണോ? എറണാകുളത്തൊന്നും മെഡിക്കൽ റെപ്പാന്ന്. എല്ലാ കാര്യം ചോദിക്കണോ? എന്നാ കാര്യം? അവില് വേണോന്ന്. 10 കിലോ എടുത്തോളം പറ. 10 കിലോയോ? 10 കിലോ. എന്തിനാണ് 10 കിലോ അവില്? 10 കിലോ ആവശ്യം വരും. 10 കിലോ ഒക്കെ കൂടുതലാണ്. കൂടുതലാണോ? പിന്നെ എന്നാ 5 കിലോ മതി. 5 കിലോ അവല് കൂടുതൽ എക്സ്പയറി ആയി പോയി ഇങ്ങോട്ടാ. ഈ പുള്ളി എന്നാ ശർക്കരയും പഞ്ചസാരയും കൂടെ ഇട്ട് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാൽ സുഖമായിട്ട് കഴിയും. വിളയിച്ച് വെച്ചാൽ 3 മാസം ഉപയോഗിക്കും. 5 കിലോ അവലെന്ന് പറഞ്ഞാൽ കൂടുതലാണ്, എക്സ്പയറി ആയി പോകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങോട്ടുമില്ല, ഈ 1/4 കിലോ അവല് വേണം. വേണം 1/4 കിലോ പറ. ഇങ്ങൊന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്ട്രിപ്പായിട്ടല്ലേ വന്നത്. പിന്നെ എന്തിനാണ് ഈ സംഭവമായിട്ട് വന്നോട്ടെ? ഞങ്ങൾ ഇവിടെ കിലോയാണ്, അവര് സ്ട്രിപ്പായിട്ട് തന്നോട്ടെ. നമ്മുടെ വിഷയമല്ലത്. അലർജിക്കുള്ള സാധനല്ലേ അവലെന്ന് പറഞ്ഞേ? അലർജിക്കുള്ള സാധനമാണല്ലോ. ആണല്ലോ, അല്ലെന്നാര് പറഞ്ഞു? നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? നിങ്ങൾക്ക് വല്ല സംശയം? എനിക്കൊരു സംശയമില്ല. പിന്നെന്നാ സംശയം? ഞാൻ ചോദിച്ചത് മാത്രമേ. ഓരോ കാര്യം നിങ്ങൾ ഞങ്ങളെ ക്ലാസ് എടുക്കാതെ നിങ്ങൾ വന്ന കാര്യം പറ. എനിക്ക് ചെറിയൊരു ജലദോഷം. ജലദോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒലിച്ചു വരും. അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, പുതിയ അറിവാ അത്. ജലദോഷം ഇതിനു മുമ്പ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അന്നേരം ഞാൻ സിട്രസൻ കഴിച്ചു. എന്നതാ? സിട്രസൻ കഴിച്ചു. ഓ, അപകടം പിടിച്ച കടുപ്പമേറിയൊരു മരുന്നാ കേട്ടോ അത്. അങ്ങനെ മനസ്സിലായി. പറയണ കേൾക്കാൻ പറയാൻ മേലേ. സിട്രസൻ കഴിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ അസുഖം മാറി, ജലദോഷം മാറി. എന്നാ പിന്നെ പേടിക്കണ്ട, അത് തന്നെ കഴിച്ചോ. ആണല്ലേ? എന്നാ പിന്നെ ഒരു പേപ്പറിൽ ഒന്ന് കുറിച്ച് തരാമോ? ആ കുറിച്ച് എന്തിന്? നിങ്ങൾക്ക് പറയാനറിയാലോ. അവിടെ ചെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും, കഴിക്കുക, മാറുക. ഡോക്ടർ അതിന്റെ സംഭവം അറിയോ? ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ എഴുതി കൊടുത്താൽ ഡോക്ടറെ കുറിപ്പിടെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് വരുള്ളൂ. കാറുണ്ടാക്കി വെക്കണ്ട. ഇത് നോക്കി നിൽക്കാതെ അങ്ങോട്ട് എഴുതി കൊടുക്ക്. ഇങ്ങ വന്ന് ആ പറഞ്ഞ സാധനം എഴുതാൻ നിനക്കറിയാവോ? ഇല്ല. പറയാനറിയാവോ? ഇല്ല. രണ്ടും അറിയാൻ മേലാത്ത നീ ഞാൻ എനിക്കിട്ട് ക്ലാസ് എടുക്കാം. എന്താണ് അവിടെ നിങ്ങളെന്താ ഗൂഢാലോചന? ഞങ്ങൾ നിങ്ങളുടെ ജലദോഷത്തെ കുറിച്ച് ഗഹനമായി ചർച്ച ചെയ്തു. അപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്താ ഡോക്ടർ? നിങ്ങൾക്ക് ജലദോഷത്തിന് മരുന്നിന്റെ ആവശ്യമില്ല. പിന്നെ നിസ്സാരം ഒരു ആവി പിടിച്ചാൽ മതി. ഓരോ ഡോക്ടർമാരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. ആവി പിടിച്ചാൽ വെറുതെ മെഡിസിൻ കഴിച്ച് നമ്മുടെ വയറ് ചെല്ലാക്കേണ്ട കാര്യമുണ്ടോ? ശരിയാണ്. ആവി പിടിച്ചാൽ മതി എന്ന് എഴുതി തരണോ? എന്തിനാ? അതെനിക്കറിയാലോ. സ്പെഷ്യൽ ഡോക്ടറാണ്, അറിയാലോ. എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ? എനിക്ക് ഈ ജലദോഷം വന്ന കൂടത്തി അതിന്റെ കൂടത്തി തന്നെ പനിയും വന്നു. അമ്മാവന്റെ കൂടെ അമ്മായി വന്നെന്ന് പറഞ്ഞു. പനി വന്നപ്പോൾ നിങ്ങൾ നേരത്തെ പനി വന്നപ്പോൾ എന്ത് ചെയ്തു? പനി വന്നപ്പോൾ ഞാൻ ഡോളോ കഴിച്ചു. ഡോളോ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് തുളയുള്ളത്. അത് പോളോ? ഡോളോയ്ക്ക് ഹോളില്ല. ആ എഴുതി വഴി. തുളയില്ലാത്തത് ഡോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ. തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയെന്നുള്ളത് പോളോ. എന്താണിത്? ഇതെന്താ പാട്ടാണോ? ഞങ്ങള് മരുന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു. മരുന്നൊക്കെ കമ്പോസ് ചെയ്യോ? പനി, ജലദോഷം, ചുമ, ഇത് പ്രത്യേക ഒരു പാറ്റിനുള്ള അസുഖമാണ്. ആ പാറ്റിന് പറ്റിയൊരു മരുന്ന് ഞങ്ങൾ കമ്പോസ് ചെയ്ത് മാറ്റി വെച്ചു. മരുന്നെടുത്തങ്ങ് കൊടുക്കാലോ. പിന്നെ എനിക്ക് വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് തീരുന്നില്ലേ? അതായത് ഈ ഗ്യാസിന് എന്നാ ചെയ്യണ്ടേ? അപേക്ഷ കൊടുക്കണം. കൊടുക്കുമ്പോ 2 കുറ്റിക്ക് അപേക്ഷ കൊടുക്കണം. പിന്നെ പുറകെ നടന്നാൽ കുറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അയ്യോ, ഞാൻ വയറ്റിലെ ഗ്യാസിന്റെ കാര്യം. വയറ്റിലാണെങ്കിലും കുണ്ടന്നൂരാണെങ്കിലും ഗ്യാസ് കിട്ടണ അപേക്ഷ കൊടുക്കണം. ഞാൻ വയറ്റിനകത്ത് കയറിയ ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് വയറ്റിലേക്ക് കയറ്റുന്നതിന് ഒരു കൺട്രോൾ വേണം. പക്ഷെ ഞാൻ വേറെ ഡോക്ടറെ കണ്ടപ്പോ എന്നോട് പറഞ്ഞാൽ അറിയോ, എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? പിന്നെ കമോണ്ടർ എക്സ്റേ എടുക്കൂ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പെർഫെക്റ്റ് ആണോ? അത് എന്റെ എക്സ്റേ അല്ലല്ലോ. ആരും എക്സ്റേ എടുത്താലും ഇത് കൊണ്ട് മൂടൽ മഞ്ഞത്ത് ഒരാൾ നിൽക്കുന്ന ഫീലിംഗ് ആണ്. വ്യത്യാസമൊന്നുമില്ലേ? അല്ലാതെ 7 കളറുള്ള എക്സ്റേ താൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അത് അങ്ങനെ. അതെ,
ഞങ്ങൾക്ക് പോണം, പോയിട്ട് തിരക്കുണ്ട്. നിങ്ങൾ പോണു? ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു കിഡ്നി മാറ്റി വെക്കാനുണ്ട്. അയ്യോ, എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയപ്പോ കിഡ്നി മാറ്റി വെക്കാൻ പോയി ഒരുപാട് സമയം എടുക്കും. ഇല്ല, ചെല്ലുക, കിഡ്നി എടുക്കുക, മാറ്റി വെക്കുക, പോരുക. അയ്യോ, ഡോക്ടർ പോവല്ലേ പ്ലീസ്. ഒന്നിരിക്കും, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണെന്ന് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനം. ഡോക്ടർ എന്നെ സംഭവം അറിയോ? ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. എന്റെ പുറത്ത് പറയാൻ പാടില്ല. എന്താണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കഷത്തി കുരുവാണ്. ഇത് വലിയ കുരുവായിലൂടെ. അല്ല, ചെറിയ കുരുവാണ്, തുടക്കത്തിലാണ്. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. ഈ കക്ഷത്തി കുരുവിന് ഈ പനിയും ജലദോഷം വന്നപ്പോൾ നിങ്ങൾ ചെയ്ത പോലെ കക്ഷത്തി കുരു ആദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അന്ന് എനിക്ക് ആദ്യമായിട്ടാണ് കഷത്തി കുരു വന്നത്. അപ്പൊ പെട്ടു. പെട്ടോ? ആര് പെട്ടെന്ന്? കുരു പെട്ടു. എന്റെ മുന്നിൽ കിട്ടിയില്ല, അവനെ വെറുതെ വിടത്തില്ല. അവനെ ഞാൻ തകർക്കും. ഞാൻ അവനെ കുരുവിനെ കക്ഷത്തി കുരു അവൻ ആരായാലും. നിങ്ങൾ പണി ചെയ്തേ ഷർട്ടൂരിക്കാൻ ഞാൻ പരിശോധിക്കാം. ഈ കക്ഷത്തി കുരുവിനല്ല ചെയ്യൂടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ? അത് നല്ലതാ. ഗൂഗിൾ സെർച്ച് ചെയ്യാം. തിരിച്ചു ഗൂഗിൾ കക്ഷത്തിക്കുരു മരുന്ന് പ്ലീസ്. അത് ശരി. അപ്പൊ വേറെ സെർച്ചിങ് ഉണ്ടല്ലേ? നിനക്ക് ശരിയാക്കി തരാൻ കേട്ടോ. എന്നാ സംഭവം അറിയോ? കക്ഷത്തിക്കുരുവിന് മരുന്ന് വേണ്ട. കാരണം ഈ പനിക്കും ജലദോഷത്തിനും ഞാൻ മരുന്ന് തന്നില്ലായിരുന്നല്ലോ. കൊടുത്തില്ല. അപ്പൊ കക്ഷത്തിക്കുരുവിന് മാത്രമായിട്ട് മരുന്ന് തന്നാൽ പനിക്കും ജലദോഷത്തിനും ഈഗോ അടിക്കും. അവർ ഈ കക്ഷത്തിക്കുരുവായിട്ട് ബഹളം ഉണ്ടാക്കും. നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണ്. വേറെ രോഗം ഉണ്ടാവും. ആണോ? ഉണ്ടാവും. എന്നാ പിന്നെ മരുന്ന് വേണ്ട. പക്ഷെ നമുക്ക് കുരു കീറിക്കളയാലോ. എന്താണ് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഡോക്ടറെ മോഹൻ കണ്ടിട്ട് ഡോക്ടർക്ക് കുരു കീറാൻ പേടിയൊന്നും. എനിക്ക് പേടിയോ കീറാനോ? കമ്പൗണ്ടർ, എന്തോ നമുക്ക് കീറിയേക്കാം. നമുക്കിത് അങ്ങനെ കീറിയാലോ? വേണ്ട, നമുക്കിത് ഇങ്ങനെ കീറാം. അല്ല, അങ്ങനെ കീറുന്നതാണ് കുറച്ച് നല്ലത്. ഇങ്ങനെ കീറുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ കീറിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ കീറിയാണ് നല്ലത്. അങ്ങനെ കീറാം. ഇങ്ങനെ കീറാം. 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 അങ്ങനെ കീറാം. ഇതെവിടെ പോണത്? ഇതെവിടെ പോണത്? ഈ ആംബുലൻസുകാരെ കൊണ്ട് തോറ്റ്. ഇത് എന്തോരം ആംബുലൻസ് അത്? അയ്യോ, അത് ആംബുലൻസ് അല്ല, അത് പോലീസാണ്. പോലീസുകാരെ വിളിക്കാൻ? പോലീസുകാരെ ഞാൻ വിളിച്ചു. നിങ്ങൾ എന്തിനു പോലീസിനെ വിളിക്കണം? പിന്നെ എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി കഴിഞ്ഞാൽ പോലീസുകാരെ ഞാൻ വിളിക്കണ്ടേ? അത് ന്യായം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം